അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കാൻ പോകുന്നത് 3 തദ്രീബു തിലാവ എന്നുള്ള ഈ വിഷയമാണ്. ഇതിൽ നമ്മൾ മുമ്പ് വേറൊരു വിഷയം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു തദ്രീബു തിലാവയുടെ. അത് കാണാത്തവർ മുമ്പത്തെ വീഡിയോ ഒന്ന് പോയി കാണാം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ സുക്കൂല നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷമുള്ള വിധികൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യോജിപ്പിക്കാം എന്നുള്ളതാണ് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ 4 ഓപ്ഷനുകൾക്ക് യോജിച്ചത് താഴെ ഏതാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എഴുതുക. നിങ്ങളിതിൽ അറിയില്ലെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യത്തിന് ഉത്തരം എഴുതി കൊടുക്കട്ടോ. അറിയുന്നതിന് ആദ്യം ഉത്തരം എഴുതുക. ഒന്ന്, മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം. അത് ഏതാണ്? ഇലഹാറാണ്. ഇലഹാറിൽ മണിക്കലില്ലല്ലോ, വ്യക്തമായി ഉച്ചരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി തരിമൂക്കിൻ്റെ സഹായത്തോടെ അല്ലാതെ ഉച്ചരിക്കാൻ കഴിയില്ല. തരിമൂക്കിൻ്റെ സഹായത്തോടെ ഉച്ചരിക്കുന്ന 2 അക്ഷരമാണ് ഏത്? നൂനും മീമും. ഓക്കെ. 3, ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉച്ചരിക്കണം. ഷദ്ദും ചെയ്യണം, ലയിപ്പിക്കുകയും ചെയ്യണം. ഏതാണ്? ഇദ്ഗാം. ഇദ്ഗാമാണ് അങ്ങനെ ചെയ്യേണ്ടത്. 4, നൂനിൻ്റെയും തൻവീനിൻ്റെയും അവ്യക്തമാക്കുന്നത് ചെയ്യണം. അവ്യക്തമാക്കി ചെയ്യണം. ഏതാണത്? ഇഖ്ഫാ. മറച്ചു മണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രവർത്തനമാണ് നിയമങ്ങൾ കണ്ടെത്താം. ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ മനസ്സിലാക്കി നിയമങ്ങൾ എഴുതി കൊടുക്കുക. 1, മിൻ ഇൽമിൻ എന്നാണ് അവിടെ വേണ്ടത് കേട്ടോ. ലാമു പോയതാണ്. മിൻ ഇൽമിൻ എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് വരുന്നത്? ഇൽഹാറാണ് കേട്ടോ. ഇൽഹാർ. 2, അയ്യഅ്കുല. അയ്യഅ്കുല. അവിടെ സുക്കൂല നൂനിന് ശേഷം യാ വന്നു. യാ ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരമാണ്. ഇദ്ഗാം ബിയുന്നക്ക് 4 അക്ഷരങ്ങളാണുള്ളത്. നൗമി. നൂന് വാവു മീമി യാ. 3, ഖൈറല്ലഹും. ഖൈറല്ലഹും. അവിടെ ഏതാണ്? തൻവീന് ശേഷം വന്നത് ലാമാണ്. ലാം ഇദാമും ബിലാഉന്നയുടെ അക്ഷരമാണ്. ബിലാഉന്നക്ക് 2 അക്ഷരങ്ങളേ ഉള്ളൂ. ലാമും റാഉ ആണത്. അതൊക്കെ മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള വിധികൾ. ആ വിധികൾ മനസ്സിലാക്കിയാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അത് ആദ്യം പോയി കാണണം ആ വീഡിയോ കേട്ടോ. 4, മിൻ ദൂനിഹി. അവിടെ ചെറിയ തെറ്റുണ്ട്. മിൻ ദൂനിഹി. അവിടെ ഏതാണ് വരുന്നത് നിയമം? സുക്കൂള്ള നൂനിന് ശേഷം ദാലാണ് വന്നത്. ദാൽ ഇത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഇഖ്ഫാ. ഇഖ്ഫാന് 15 അക്ഷരങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ദാൽ. 5, ഷൈഇൻ ഖദീർ. ഇതോ? അതും ഇഖ്ഫായിൻ്റെ ഉദാഹരണമാണ്. കാരണം തൻവീനിന് ശേഷം ഖാഫാണ് വന്നത്. ഖാഫ് ഇഖ്ഫായിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉദാഹരണം എഴുതാം എന്നുള്ളതാണ്. 1, സാക്കിനായ നൂനിന് ശേഷം ബാ വന്നതിന് ഉദാഹരണം. ഏതാണ്? മിൻ ബഅദി. അത് പറ്റും. സുക്കൂള നൂനിന് ശേഷം ബാ വന്നില്ലേ? ഇഖ്ലാബാണ്. 2, തൻവീനിന് ശേഷം ബാ വന്നതിന്. തൻവീനിന് ശേഷം അതിലെ ഉദാഹരണം അലീമും ബിമാ. അലീമും ബിമാ. അത് പറയാം, അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. 3, ഷദ്ദുള്ള നൂനിന് വന്നതിന്. ഷദ്ദുള്ള നൂന് വന്നതിന് ഉദാഹരണം. അത് വന്നജുമു. വന്നജുമു എന്നുള്ളതാണ്. 4, ഷദ്ദുള്ള മീമു വന്നതിന്. ഷദ്ദുള്ള മീമു വന്നതിൻ്റെ ഉദാഹരണം. അത് മുദ്ഹമ്മത്താൻ. മുദ്ഹമ്മത്താൻ എന്നുള്ള ഉദാഹരണം. ഇനി അവസാനം ഒരു പ്രവർത്തനം കൂടിയേ ഉള്ളൂ, അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. 1, അസ്വാബ. അത് ഹുറൂഫുൽ ലിസാന്. ലിസാനിൻ്റെ അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്ന് ഏതാണ്? 1 സ്വാദും മറ്റൊന്ന് സ്വാദ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചുണ്ടിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. 2, ഊഹയ്യ. ഇതിൽ നിന്ന് ഹുറൂഫുൽ ജൗഫ്, ഉള്ളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ? അതിൽ 1 അലിഫുണ്ട്, മറ്റൊന്ന് വാവുണ്ട്, യാ ഉണ്ട്. ഇനി 3, ഇതിൽ യാ ചിലപ്പോൾ കൂട്ടൂല. കാരണം എന്താ വെച്ചാൽ മദ്ദിയായ അക്ഷരം ആകണം. ഇത് യാ മദ്ദിയായ അക്ഷരമല്ല കേട്ടോ. അപ്പോൾ അലിഫും വാവും എഴുതാം, അല്ലെങ്കിൽ വാവ് മാത്രം എഴുതാം. കാരണം ഇതിനും ഹറക്കത്താണ്. അപ്പോൾ വാവ് മാത്രം എടുത്ത് എഴുതിയാൽ മതി.
ഇനി അദാബുൻ എന്നതിൽ ഹൽക്കിൻ്റെ അക്ഷരം ഏതാണ്? ഐനാണ്. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരം ഐൻ. 4 ഫുത്തൂറുൻ, അതിൽ നിന്ന് ഷഫത്ത്, ഹുറൂഫ് ഷഫത്ത്, ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരം ത്വ ആണോ അതോ വാവാണോ ഫ ആണോ? അത് ഫ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യോത്തരങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.